തിരുവനന്തപുരം മലയൻകീഴിൽ ക്ഷേത്രം പണിയാൻ സ്ഥലം വിട്ടുകൊടുക്കാത്തതിൽ ദമ്പതികൾക്ക് ക്രൂരമർദ്ദനം. മലയൻകീഴ് സ്വദേശികളായ അനീഷ്, ആര്യ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, കേസെടുത്തോ ഇയാൾക്കെതിരെ? അത് കേസെടുത്തിട്ടുണ്ട്. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ നിന്നും സംഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഏകപക്ഷീയമായ ഭീഷണി ഉണ്ടാകുന്നു. അതായത് കരിക്കം പമ്പ് ഹൗസിൻ്റെ ഭാഗത്ത് 10 സെൻറ്റോളം ഭൂമി മലയൻകീഴ് സ്വദേശികളായ ദമ്പതികൾക്കുണ്ട്. ആ സ്ഥലം ആവശ്യപ്പെടുന്നു, ക്ഷേത്രം പണിയണമെന്ന് ആവശ്യപ്പെടുമ്പോൾ 10 സെൻറ്റിൽ 3 സെൻറ്റ് മാത്രമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആ ഘട്ടത്തിൽ ഇവർ ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. ഇനി സ്ഥലം വേണമെങ്കിൽ 10 സെൻറ്റ് മുഴുവനായി മാർക്കറ്റ് വിലയിൽ, അതായത് കൃത്യമായി നൽകേണ്ട വില നൽകി വാങ്ങൂ എന്ന ഒരു ധാരണ ഉണ്ടാക്കുന്നു. അതൊന്നും അവർക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. പോലീസും ഒപ്പം കോടതിയിൽ പോലും പോയി ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങി ഒരു കമ്മീഷനെ പോലും കോടതി നിയമിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി. അത്തരത്തിൽ കോടതിയും പോലീസും പറഞ്ഞതാണ് ഇത്തരത്തിൽ അനധികൃതമായി ഭൂമിയിലേക്ക് കയറുന്നത്. ആ ഘട്ടത്തിലാണ് ഈ സംഘം, അതായത് കരിക്കം സ്വദേശിയായ രാജേന്ദ്രൻ, അയാളെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അദ്ദേഹമാണ് ഈ മർദ്ദിക്കാനായി മുന്നോട്ട് വരുന്നത്. അയാളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇത്തരത്തിൽ ഈ ഭൂമിയിലേക്ക്, അതായത് സ്വകാര്യ ഭൂമിയിലേക്ക് അതിക്രമിച്ച് കയറി വിളക്ക് വെക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തത്. ആ ഘട്ടത്തിലാണ് പോലീസ് പറഞ്ഞത് ആ പുരയിടത്തിന് ഗേറ്റ് ഇടണമെന്ന്. ആ ഗേറ്റ് ഇടാൻ പോയ ഘട്ടത്തിലാണ് വീണ്ടും പ്രശ്നവുമായി ആളുകൾ എത്തുകയും അത്തരത്തിൽ ദമ്പതികൾക്ക് മർദ്ദനം ഏൽക്കേണ്ട ഒരു ഘട്ടവും എത്തിയത്. എന്തായാലും ഏകപക്ഷീയമായ ഭീഷണിയിലൂടെ ഭൂമി കൈവശപ്പെടുത്താൻ നോക്കുന്നു. ഒപ്പം അത് തർക്കത്തിലേക്ക് വരുന്നു. ഏറ്റവും ഒടുവിൽ അത് മർദ്ദനത്തിലേക്ക് നയിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് നിലവിൽ എന്തായാലും കേസെടുത്തിട്ടുണ്ട്. റിമാൻഡിനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്.